ഹലോ ഹലോ പറയാതി ഹലോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ലവർ അനു 8086. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ആദി എന്താ ഉണ്ടാക്കുന്നേ? എന്ത് പാപ്പയാ? ഓക്കെ, അപ്പോൾ നമുക്ക് നട ഉണ്ടാക്കാം. അതെ, ഞാനും ആദ്യം കൂടി ആദ്യം തന്നെ മാവിൽ വെള്ളം ഒഴിച്ചൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ വിചാരിച്ചു തേങ്ങ ചിരവാന്ന്. അപ്പോൾ ഇനി തേങ്ങ ചിരവിയിട്ട് മാവ് കുഴയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, ഡൺ. അപ്പം അതെ, ഞാൻ തേങ്ങ ചിരവുന്നതിൻ്റെ ഇടയിൽ തേങ്ങ എങ്ങനെ ചിരകിയിട്ടും പാത്രം നിറയുന്നില്ല. നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കള്ളനുണ്ടല്ലോ, തേങ്ങാക്കള്ളൻ, തേങ്ങ എടുത്ത് തിന്നുക അതിൻ്റെ ഇടയിലൂടെ. തേങ്ങ തിന്നുക മാത്രമല്ല, അതെടുത്ത് പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോസ് കണ്ട് പേടിക്കണ്ട, ഞാൻ തേങ്ങ ചിരവുന്ന ഇടയിൽ എൻ്റെ മകനെടുത്ത വീഡിയോസ് ആട്ടോ. അപ്പം അതേ, നമ്മുടെ ആദ്യക്കുട്ടി എന്താ ചെയ്യുന്നത് അറിയോ? ഞാൻ പഞ്ചസാര അതിൽ കുറവായത് കൊണ്ട് പഞ്ചസാര പൊട്ടിച്ചിടാൻ നോക്കിയപ്പോൾ ദേ ആ ഡെപ്പെടുത്ത് പോയി അതിലത്തെ പഞ്ചസാരയൊക്കെ വാരി തിന്നുക കേട്ടോ. അപ്പോൾ നമുക്കിനി അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് നമ്മുടെ തേങ്ങ ചിരകി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാരയും ഇത്തിരി ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചിരകി വെച്ചതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് ചെറിയ ജീരകമല്ലേ, ചെറിയ ജീരകം അത് ചേർത്ത് കൊടുക്കാം. അത് അത്യാവശ്യം കുറച്ച് മതി കേട്ടോ, തോനെയൊന്നും വേണ്ട. ഹായ് പറയാതി. ഹലോ. അപ്പതാ നമ്മൾ ആദ്യം ഈ പഞ്ചസാരയും തേങ്ങയും കൂടി തിന്നാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുക കേട്ടോ. ആദിക്ക് ഈ പഞ്ചസാരയും തേങ്ങയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനുള്ള വാശി പിടുത്താണ്, അങ്ങനെ ഒക്കത്ത് കയറിയതാണേ. അപ്പം അതെ, നമ്മളെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കാം കേട്ടോ. അപ്പം അതാ നമ്മൾ ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ആദ്യമാട്ടോ ഉണ്ട ഉണ്ടാക്കാൻ. അപ്പം അതാ നമ്മൾ കുഞ്ഞി ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ തേങ്ങയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തത് ഫില്ല് ചെയ്തിട്ട് അത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. സത്യത്തിൽ സ്കൂള് വിട്ട് കുട്ടികൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരിതാണ്. അപ്പോൾ അത് നമ്മൾ പരത്തി വെച്ച അട ചൂടായ ദോശക്കല്ലിലേക്ക് വെച്ചിട്ടുണ്ട്. അത് രണ്ട് സൈഡ് മറിച്ചിട്ട് എണ്ണ തേച്ച് കൊടുക്കാവുന്ന കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഗോതമ്പട ചപ്പാത്തി കല്ലിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അത് വെന്ത് വരണം. അപ്പോൾ ദാ നമ്മുടെ അട റെഡിയായി. ചൂടോടെ നമ്മുടെ ആദ്യക്കുട്ടന് തന്നെ ആദ്യം കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ അട റെഡിയായി. പറയാതി.